أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. ഫമൻ അപ്പോൾ മൻ അളിലമു ആരാണ് ഏറ്റവും വലിയ അക്രമി? അളിലമു മിമ്മൻ ഒരുത്തനേക്കാൾ, മിൻ മൻ ആണ്, അത് കൂട്ടി പറയുമ്പോഴാണ് മിമ്മൻ ആവണത്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവ് ചമച്ചുണ്ടാക്കുന്നവനേക്കാൾ, കളവ് പറയുന്നവനേക്കാൾ, ഔ അല്ലെങ്കിൽ കദ്ദബ ബിആയാതിഹി, അവൻ്റെ സൂക്തങ്ങളെ തള്ളിക്കളയുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത്? ഉലൈക അവർ യനാലുഹും അവർക്ക് നേടാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് കിട്ടും. നാല യനാലു പറഞ്ഞാൽ കിട്ടുക എന്നർത്ഥം. അവർക്ക് കിട്ടും, അവർക്ക് ലഭിക്കും. നസീബുഹും അവർക്കുള്ള പങ്ക്, മിനൽ കിതാബി വിധി പ്രമാണത്തിൽ നിന്നും, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ നിന്നും അവർക്കുള്ള പങ്ക് അവർക്ക് ലഭിക്കും. അത് നമ്മൾ ഇന്നലെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നിഷേധികളാണെങ്കിലും ഭൗതിക ലോകത്ത് അള്ളാഹു അവർക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിഭവങ്ങൾ, ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും സൗകര്യങ്ങളുമൊക്കെ അതവർക്ക് അള്ളാഹു താല നൽകിക്കൊണ്ടിരിക്കും. ഹത്താ ഇതാ, പിന്നെ അതിൻ്റെ അവർ നിഷേധികളായതിൻ്റെ ഫലം എങ്ങനെയാണ്, ഇത്തരത്തിലാണ് നിഷേധികളാവുക എന്നതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുക, അള്ളാഹുവിന് പങ്കാളികളുണ്ടെന്ന് ആരോപിക്കുക, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മുഴുവനായും അംഗീകരിക്കാതിരിക്കുക, ഭാഗികമായി മാത്രം സ്വീകരിക്കുക. ഇത്തരത്തിലൊക്കെ അള്ളാഹുവിൻ്റെ ദിവ്യമായ അസ്തിത്വത്തെ പൂർണ്ണമായോ ഭാഗികമായോ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ചേരാൻ പാടില്ലാത്ത വിശേഷണങ്ങളെ അള്ളാഹുവിനോട് ചേർക്കുന്ന, അള്ളാഹുവിലുള്ളതിനെ നിഷേധിക്കുന്ന എല്ലാം അള്ളാഹുവിനെ നിഷേധിക്കലാണ്. അത്തരക്കാരാണ് കടുത്ത അക്രമികൾ. അതാണ് അള്ളാഹുവിൻ്റെ മേൽ കള്ളം ആരോപിക്കുക. ഔ കദ്ദബ ബിആയാതിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുക. അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു വാചകത്തെ നിഷേധിക്കുക എന്നത് മാത്രമാകണമെന്നില്ല. ആ വാചകത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ അംഗീകരിക്കാതിരിക്കുക, നിയമങ്ങളെ നിഷേധിക്കുക, അല്ലാഹു തആല അനുവദിച്ചതിനെ നിഷിദ്ധമാക്കുക, അല്ലാഹു തആല നിഷേധിച്ചതിനെ അല്ലാഹു തആല നിഷിദ്ധമാക്കിയതിനെ തങ്ങളുടെ അധികാരവും തങ്ങളുടെ ശക്തിയും കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനുവദനീയമാക്കുക. ഇങ്ങനെയൊക്കെ ഭൗതിക ഭരണകൂടങ്ങളും ഭൗതികരായ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുക എന്ന് പറഞ്ഞത്. ഉലൈക യനാലുഹും അവർക്കൊക്കെ ലഭിക്കും, നസീബുഹും നസീബ് പങ്ക്, ഓഹരി, മിനൽ കിതാബി വിധി പ്രമാണത്തിൽ നിന്നും. ഈ വിധി പ്രമാണത്തിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, തഫ്സീറുകളിലും കാണാൻ കഴിയുന്നത്, പരലോകത്തുള്ള അൽ കിതാബ് വവുളി അൽ കിതാബു എന്ന് സൂറത്തു അൽ കഹ്ഫിൽ നമ്മൾ ഓതാറില്ലേ, 49-ാമത്തെ സൂക്തത്തിൽ, വവുളി അൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലത്തനാ മാലി ഹാദൽ കിതാബ്. അതേതാണ് വിധി? ആ വിധി ഏതാണ്? അത് കർമ്മരേഖയാണ്. പരലോകത്ത് ഓരോരുത്തരുടെയും നേട്ടകോട്ടങ്ങൾ, നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് നരകത്തിലേക്ക് വിധിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വർഗം ലഭിക്കാൻ ഇവൻ അർഹനായി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള കർമ്മരേഖയാണ് അൽ കിതാബ്. അതനുസരിച്ചുള്ള ഭാഗം അവർക്ക് ലഭിക്കും എന്നും വിശദീകരണമുണ്ട്. രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്നതാണ്.
ഹത്താ ഇദാ ജാഅത്തുഹും റസുലുന, അത്തരം ആളുകൾക്ക് നമ്മുടെ ദൂതന്മാർ വരുമ്പോൾ, ജാഅന വന്നു എന്നാണല്ലോ, റസുലുന നമ്മുടെ ദൂതന്മാർ. ആരാണ് ഇവിടെ നമ്മുടെ ദൂതന്മാർ പറഞ്ഞാൽ? അസ്രായിൽ, മരണം കൊണ്ട് മലക്കുൽ മൗത്ത് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. മലക്കുൽ മൗത്തും അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ളവരുമാണ് ഇവിടെ ദൂതന്മാർ. യതവഫൗനഹും, അവർ അയാളെ പിടിച്ചെടുക്കുക, അയാളുടെ റൂഹിനെയും അയാളുടെ ആത്മാവിനെയും ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തുക. ആ പ്രക്രിയയാണ് മരണം. അതിനാണ് തവഫ എന്ന് പറയുക, വഫാത്ത് എന്ന് പറയുക. എന്ന് വെച്ചാൽ ഇഹലോകത്തെ ജീവിതം പൂർത്തിയായിരിക്കുന്നു, ഇനി നിൻ്റെ ശരീരവും നിൻ്റെ ആത്മാവും ജീവനും വേർപ്പെടുകയാണ്. നിൻ്റെ ശരീരം മാത്രം ഈ ദുനിയാവിൽ ഉപേക്ഷിച്ച് പോവാൻ, ആത്മാവിനെയും ജീവനെയും കൊണ്ടുപോവുക. ആ ശരീരത്തെ തന്നെ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും ആത്മാവിനോടും ജീവനോടും കൂടി പിന്നെ ചേർക്കും. തൽക്കാലം ഇവിടെ മണ്ണിൽ മറമാടപ്പെട്ടാലും, ഇനി മണ്ണിൽ മറമാടപ്പെടാത്ത വിധത്തിൽ കത്തിച്ച് കടലിലൊഴുക്കിയാലും അതിനെ അല്ലാഹു തആല ആ ശരീരത്തെ അതിൻ്റെ ജീവനും ആത്മാവുമായും കൂട്ടിച്ചേർക്കും. അങ്ങനെ അല്ലാഹു തആല അവൻ്റെ ദൂതന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് അവർ അവനെ പിടിച്ചെടുക്കുമ്പോൾ ഖാലു, ആ മലക്കുകൾ ചോദിക്കും. അതൊരു പക്ഷേ മരണവേളയിലാവാം, അല്ലെങ്കിൽ പിടിച്ചെടുത്തതിന് ശേഷം പരലോക വിചാരണ സമയത്തുമാവാം. രണ്ടിനും സാധ്യതയുള്ള വിധത്തിലാണ് പ്രയോഗം. ഖാലു, അവർ ചോദിക്കും, ഐനമാ കുൻതും, എവിടെയാണ്, ഐനമാ കുൻതും തദ്ഉന, നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ദൈവങ്ങളൊക്കെ എവിടെ? മാ എന്നുള്ളതിലാണ് ദൈവങ്ങൾ ഒതുക്കിയിരിക്കുന്നത്. മാ എന്ന വാക്കാണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ എവിടെയാണ്? തദ്ഉന മിൻ ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ അവർക്ക് ദുആ ചെയ്തിരുന്നല്ലോ, അവയോട് ദുആ ചെയ്തിരുന്നുവല്ലോ, അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നുവല്ലോ, ആ ദൈവങ്ങളൊക്കെ ഇപ്പോൾ എവിടെ എന്ന് മലക്കുകൾ പരിഹാസരൂപേണ അവരോട് ചോദിക്കും. ഖാലു, അപ്പോൾ അവക്ക് ആരാധന ചെയ്തിരുന്ന ആൾക്കാർ പറയും, വല്ലു അന്ന, അവരൊക്കെ ഈ നിർണായകമായ ഘട്ടത്തിൽ, ഈ ഞങ്ങൾക്ക് സഹായം ആവശ്യമുള്ള ഘട്ടത്തിൽ, വല്ലു അന്ന, ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു. വലാലത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അവർ വഴിമാറിപ്പോയി, അഥവാ ഞങ്ങൾക്ക് അവരെ പ്രാപിക്കാൻ, ഞങ്ങൾക്ക് അവരെ സന്ധിക്കാൻ സാധ്യമല്ല എന്ന് മാത്രവുമല്ല, അവർക്ക് ഞങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം തരാനും സാധ്യമല്ലാത്ത വിധത്തിലാണ് കാര്യമുള്ളത്. അഥവാ അപ്പോൾ അവർക്ക് ഏകദൈവത്വം ബോധ്യമാകും എന്നർത്ഥം. ഖാലു വല്ലു അന്ന, അവർ ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയി. വശഹിദു, എന്നിട്ട് അവർ സാക്ഷി പറയുകയാണ്. ആര്? ഈ മരിക്കുന്നവർ, ഈ അക്രമികൾ, അള്ളാഹുവിനെ നിഷേധിക്കുകയോ അള്ളാഹുവിൻ്റെ നിയമത്തെ തള്ളിക്കളയുകയോ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്തവർ. ഷഹിദു, അവർ സാക്ഷികളാകുന്നു. അലാ അംഫുസിഹിം, അവർക്കു തന്നെ എതിരിൽ, അവരുടെ ശരീരങ്ങൾക്കെതിരിൽ ഈ ആളുകൾ തന്നെ സാക്ഷി പറയുന്നു. അന്നഹും കാനു കാഫിരീൻ, തങ്ങൾ കാഫിറുകളായിരുന്നു എന്ന്. അഥവാ നരകാർഹരാകുന്ന ആളുകളെ അവർ നരകത്തിൻ്റെ ആളുകളാകാൻ യോഗ്യരാണ് എന്നത് അവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കും. എങ്ങനെ സമ്മതിപ്പിക്കും? ബലം പ്രയോഗിച്ച് സമ്മതിപ്പിക്കുകയല്ല, അവരുടെ കർമ്മരേഖകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ദുനിയാവിലെ പ്രവർത്തനങ്ങൾ അല്പം പോലും വിട്ടുകളയാതെ ചെറുതും വലുതും രേഖപ്പെടുത്തിയതിനു ശേഷം ഇതൊക്കെ നീ ചെയ്തത് തന്നെയല്ലേ ബോധ്യപ്പെടുത്തും. ഇതിൽ തിന്മയാണ് അല്പം കൂടി കൂടുതലുള്ളത്, നന്മ കുറവാണ്. നിന്റെ തിന്മകൾ പൊറുക്കപ്പെടാത്തവയാണ്, അഥവാ പൊറുക്കലിനു നീ ആവശ്യപ്പെട്ടിട്ടില്ല. നീ അള്ളാഹുവിനെ അംഗീകരിച്ചും അനുസരിച്ചും അവൻ്റെ പാപമോചനത്തിന് അർഹത നേടിയില്ല. ആയതിനാൽ നീ നരകക്കാരാണ്, നീ ശിക്ഷക്കർഹനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ഞങ്ങൾ അതിനർഹരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്നിട്ടാണ് നരകത്തിലിടുന്നത്. അഥവാ സമ്മതിപ്പിക്കും. അടിച്ചും ഇടിച്ചും തൊഴിച്ചില്ല, തെളിവ് അങ്ങോട്ട് മുന്നിൽ വെച്ചിരുന്നപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, തെളിവ് മുന്നിൽ വെച്ചുകൊണ്ട് നിഷേധിക്കാനാകാത്ത വിധം
അത് തങ്ങൾ ചെയ്തതു തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇഹലോകത്ത് കുറ്റവാളികൾ പറയുന്നത് പോലെ തിരിച്ചും മറിച്ചും തെളിവുകൾ അവർക്ക് എതിരെയാണ് സമർപ്പിക്കുമ്പോൾ അത് ഞങ്ങൾ ചെയ്തത് തന്നെയാണ് എന്നവർ സമ്മതിക്കുന്നത് പോലെ. ഇത് നമ്മൾ സൂറത്ത് അൻആമിൽ പഠിച്ചിട്ടുള്ളതാണ്. സൂറത്ത് അൻആമിലെ 130-ാമത്തെ സൂക്തം നമുക്കൊരൊറ്റ നോട്ടത്തിൽ നോക്കണം. നല്ലതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പരലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ്. ഒരുപാട് ദൂരം നമ്മൾ പിന്നിട്ടു. ഇനി ഏതായാലും കഴിഞ്ഞ അത്രയൊന്നും ചിലപ്പോൾ നമുക്ക് ഇനി വരാനുള്ള കാലം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി മരണത്തോടുകൂടി നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കുകയാണ് എന്ന ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ ഒന്നുകൂടെ ഉണർത്തുന്നത്. 130 അൻആമിൽ 144-ാമത്തെ പേജിൽ, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, പരലോകത്ത് വച്ച് നരകാർഹരായ ആൾക്കാരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓ ജിന്ന് വർഗമേ, ഓ ജിന്നിൻ്റെയും ഇൻസിൻ്റെയും കൂട്ടമേ, അലം യഅ്തിക്കും റുസുലും മിൻകും, നിങ്ങൾക്ക് ദൂതന്മാർ വന്നില്ലേ നിങ്ങളിൽ നിന്നു തന്നെയുള്ള, യഖുസ്സൂന അലൈക്കും ആയാത്തി, നമ്മുടെ വചനങ്ങളെ വിശദീകരിച്ചു തന്നുകൊണ്ട്, വയന്ദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, ഇങ്ങനെ ഒരു അന്ത്യനാൾ ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് താക്കീത് നൽകിക്കൊണ്ടും, ഖാലു, അപ്പോൾ അവർ പറയും, ഷഹിദ്ന അലാ അൻഫുസിന, ഞങ്ങൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്, ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു. വഗറത്തുഹുമുൽ ഹയാത്തുദ്ദുനിയ, അവരെ ഇഹലോക ജീവിതം വഞ്ചിച്ചു. വഷഹിദു അലാ അൻഫുസിഹിം, അവർക്കെതിരെ തന്നെ സാക്ഷി പറയും, അന്നഹും കാനു കാഫിരീൻ, തങ്ങൾ കാഫറുകളായി പോയല്ലോ എന്ന്. അപ്പോൾ സ്വയം ബോധ്യപ്പെടും എന്നർത്ഥം. ഞാൻ നരകത്തിനാണ് അർഹത ഉള്ളവനായത്, താൻ നരകത്തിന് അർഹനായി എന്ന കാര്യം സ്വന്തത്തെ ബോധ്യപ്പെടുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളെയും അല്ലാഹു തആല നരകമുക്തി രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാലു ലല്ലു അന്ന എന്ന് പറഞ്ഞ ചെന്നൈക്കന്ന് വരാം. ഖാലു, അവർ പറയും, ലല്ലു അന്ന, എവിടെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു? ഖാലു ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ല, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു തേടിക്കൊണ്ടിരുന്ന ബഹുദൈവങ്ങളൊക്കെ, സഹദൈവങ്ങളൊക്കെ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്ന പങ്കാളികളൊക്കെ എവിടെ എന്ന് അവരോട് പരിഹാസ രൂപേണ ചോദിക്കുമ്പോൾ, ഖാലു, അവർ പറയും, ലല്ലു അന്ന, അവർ ഞങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഏറ്റവും സഹായം ആവശ്യമുള്ള സന്ദർഭത്തിലാണ് ഈ കൃത്രിമ ദൈവങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുന്നത്. വഷഹിദു അലാ അൻഫുസിഹിം, അവർക്കെതിരെ തന്നെ സാക്ഷി പറയും, അന്നഹും ഖാനു കാഫിരീൻ, തങ്ങൾ കാഫറുകളായി പോയി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫമൻ അദ്ലമു, ആരാണ് കടുത്ത അക്രമി, മിമ്മൻ, ഒരുത്തനേക്കാൾ, ഇഫ്തറ അലല്ലാഹി കദിബൻ, അയാൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് ആരോപിച്ചിരിക്കുന്നു, കളവ് ചമച്ചിരിക്കുന്നു. ഔ കദ്ദബ ബിആയാതിഹി, അല്ലെങ്കിൽ അവൻ്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഉലൈക യനാലുഹും നസീബും മിനൽ കിതാബ്, അവർക്ക് അൽ കിതാബിൽ നിന്നുള്ള, പ്രമാണത്തിൽ നിന്നുള്ള ഒരു പങ്ക് ലഭിക്കും, അവർക്കുള്ള പങ്ക് ലഭിക്കും. ഹത്താ ഇദാ ജാഅത്ഹും റുസുലുന, അവരുടെ അടുക്കൽ നമ്മുടെ മരണദൂതന്മാർ, അവരുടെ ജീവൻ പിടിച്ചെടുക്കുന്ന ദൂതന്മാർ വന്നാൽ, യതവഫനഹും, അവരെ പിടിച്ചെടുക്കും. ഖാലു, അപ്പോൾ ചോദിക്കും, ഐനമാ കുൻതും തദ്ഉന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെയും എവിടെ എന്ന്. ഖാലു, അപ്പോൾ ഈ മരണാസന്നരായ മരിച്ചുകൊണ്ടിരിക്കുന്നവർ പറയും, അല്ലെങ്കിൽ പരലോകത്തെ വിചാരണാ സന്ദർഭത്തിലാണ് എന്നും വിശദീകരണമുണ്ട്. ഖാലു ലല്ലു അന്ന, അവരൊക്കെ ഞങ്ങളിൽ നിന്ന് അകന്നു പോയല്ലോ, ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയല്ലോ. വഷഹിദു അലാ അൻഫുസിഹിം, അവർക്കെതിരെ തന്നെ സാക്ഷി പറയും, അന്നഹും കാനു കാഫിരീൻ, തീർച്ചയായും തങ്ങൾ നിഷേധികളിൽ പെട്ടുപോയി എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും വിശ്വാസികളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.